ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് കൊണ്ടാണ്. നമ്മളുടെ കുഞ്ഞുമക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങുവാണല്ലോ, അപ്പൊ നമുക്ക് മക്കൾക്കായി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇടുക്കി റെസിപ്പീസ് എന്ന് പറഞ്ഞൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവരൊന്ന് പോയി കണ്ടു നോക്കണേ. ചെറിയ ചെറിയ റെസിപ്പികളാണ് ഞാനതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ടിപ്സ് ഓഫ് ഇടുക്കി എന്ന പേജിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതൊന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് വന്ന വീഡിയോസ് ഒക്കെ കാണുമല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമുക്ക് നമ്മളുടെ മക്കളുടെ കൈകളൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്ന 2 ടിപ്സുകളാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. സ്കൂളുകളിൽ കൊടുത്തു വിടാനായിട്ട് നമുക്ക് ഈസി ആയിരിക്കും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലോ ടിഷ്യൂ പേപ്പർ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം. ഒരു 4-5 ടിഷ്യൂ പേപ്പർ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുത്തു കൊടുത്താൽ മതിയാകും. പിന്നെ വേണ്ടത് നമ്മളുടെ ഹാൻഡ് വാഷാണ്. ഏത് ഹാൻഡ് വാഷ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ലൈബോയുടെ ഹാൻഡ് വാഷാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 5 നമ്മളുടെ ടിഷ്യൂ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കറിയാമല്ലോ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുട്ടികളെ സ്കൂളിൽ അയക്കാതിരിക്കാനും പറ്റത്തില്ല. പക്ഷെ അതുപോലെ തന്നെ കെയർ വേണം താനും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആകും കേട്ടോ ഈ ഒരു ടിപ്സ് ചെയ്യുവാണെങ്കിൽ. അപ്പം ഞാനിവിടെ ടിഷ്യൂ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഹാൻഡ് വാഷ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അതിനുശേഷം ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ടിഷ്യൂവിലേക്ക് ആ ഹാൻഡ് വാഷ് അങ്ങോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ടിഷ്യൂവിൽ എത്രമാത്രം ഉൾക്കൊള്ളുന്നോ അതനുസരിച്ച് ഹാൻഡ് വാഷ് എടുത്തു കൊടുത്താൽ മതിയാവും കേട്ടോ. ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ടിഷ്യൂവിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യുക. കാരണം ടിഷ്യൂ ആണ്, വളരെ നേർത്ത ഒരു പേപ്പറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. പക്ഷെ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാമേ. നമുക്കറിയാമല്ലോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസർ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ടിപ്സ് വളരെയധികം യൂസ്ഫുൾ ആകും. ഞാനിവിടെ മോന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു വളരെ ഉപകാരപ്രദമായിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിലൊന്ന് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വെയിലുള്ള സമയത്ത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിൽ വെച്ച് കൊടുത്താലും ഉണങ്ങി കിട്ടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ തലേദിവസം ചെയ്ത് കൊടുത്തിട്ട് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ ഉണങ്ങി വരാറുണ്ട്. വെയിലത്ത് വെച്ച് ഉണക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വേഗം ഉണങ്ങി കിട്ടും. അപ്പം ഞാനിവിടെ വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിവിടെ നല്ല രീതിയിൽ ഉണങ്ങി റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ ഇരിക്കും കേട്ടോ ഉണങ്ങി കഴിയുമ്പോഴത്തേനും. ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിച്ച് എടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ടിഷ്യൂവിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഒരു 4 മുറിച്ചതിന് ശേഷം ഒരു ഭാഗം മതിയായിരിക്കും ഒരു തവണ ഹാൻഡ് വാഷ് ചെയ്യുന്നതിന്. അപ്പം വളരെ നല്ല യൂസ്ഫുള്ളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് മക്കൾക്കൊക്കെ കൊടുത്തു വിടുക. അവരുടെ സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ഇപ്പം ഹാൻഡ് വാഷ് ആയിട്ട് കൊടുത്തു വിട്ടാൽ മടിയായിരിക്കും കൊണ്ടുപോകാനായിട്ട്. ഇതാകുമ്പോൾ വലിയ ഭാരമൊന്നുമില്ല. നമ്മുടെ പോക്കറ്റിൽ വേണമെങ്കിൽ നമുക്കത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാകും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ എല്ലാം ഇതുപോലെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് നോക്കാം. നമുക്ക് വർക്കൗട്ട് ആവുമെന്നും കൂടി അറിയണമല്ലോ. അപ്പം നമുക്കൊന്ന് കഴുകി നോക്കാവേ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/4 ഭാഗം മതി കേട്ടോ. ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഒരു ടിഷ്യൂ എടുത്താൽ ഒരുപാട് സോപ്പ് ഉണ്ടാകും. നമുക്കത് മുറിച്ചെടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം മതിയാവും കേട്ടോ. നമുക്കൊന്ന് കഴുകി നോക്കാം. നല്ല രീതിയിൽ പതഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പം തന്നെ നമുക്ക് നല്ല ക്ലീനായിട്ട് കിട്ടും. നമ്മളുടെ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. എവിടെയും നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഏത് സ്ഥലത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്രദമാകും. ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോകാവേ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ വീടുകളിലുള്ള കുഞ്ഞു കുഞ്ഞ് സോപ്പുകൾ നമുക്ക് എങ്ങനെയാണ് ഹാൻഡ് വാഷിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതും നമ്മളുടെ മക്കൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് വളരെയധികം എളുപ്പമായിരിക്കും. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ കൊണ്ടുപോകാൻ മടിയൊന്നും കാണിക്കത്തില്ല. അപ്പോൾ വളരെ എളുപ്പമാണ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം അലോവേര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മളുടെ എല്ലാവരുടെ വീടുകളിൽ കാണുമല്ലോ, തുളസിയാണ് കേട്ടോ. തുളസിയും അലോവേരയുമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പം നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ തുളസിയും അലോവേരയും നമുക്കൊന്ന് നമ്മളുടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അതിനകത്തുള്ള പൊടിയും അഴുക്കും ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അലോവേരയുടെ ജെല്ലായിട്ട് എടുത്തിട്ടില്ല. അലോവേര മുഴുവനായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ അതിൻ്റെ കറ കളയണം. അതിനുശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷായിട്ട് നമുക്ക് നമ്മളുടെ ഹാൻഡിനെ സൂക്ഷിക്കാനും സാധിക്കും. കെമിക്കൽ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കെമിക്കൽ അടങ്ങിയത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. എന്നാൽ അണുക്കളെയൊക്കെ നശിപ്പിച്ചുകൊള്ളുകയും ചെയ്യും. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ നല്ല രീതിയിലൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. നമ്മളുടെ അലോവേരയുടെ ആ ഒരു നീരും നമ്മളുടെ തുളസി ഇലയുടെ നീരും കൂടെ കൂടുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു കിട്ടും. മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഞാൻ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു നീര് മാത്രം നമുക്ക് മതിയാകും. ഞാനിവിടെ അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു റിസൾട്ട് കിട്ടും. ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യുകയും ചെയ്യാം. വളരെ സിമ്പിളാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. നാച്ചുറലായിട്ടുള്ള ഒരു മെത്തേഡാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് നീര് കിട്ടും കേട്ടോ. ആ നീര് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ സോപ്പിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അതിനൊരു ബേസാണ്. ഞാനിവിടെ ഖാദിയുടെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു വളരെ ചെറിയൊരു കഷ്ണം മതിയാകും. അത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ വേഗം തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. ഈ സോപ്പ് ബേസ് വെച്ച് നമുക്ക് എന്ത് തരത്തിലുള്ള സോപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അത് നല്ലൊരു സോപ്പാണ്. നല്ല മണവുമാണ്, നല്ല ഗുണവുമാണ്. വേഗം ഒന്നും അലിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. നല്ല ലാസ്റ്റും ചെയ്യും. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് സോപ്പ് ബേസ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ കണ്ടോ, വേഗം തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് മെൽറ്റായി വന്നോളും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു നീരും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. 1/2 കപ്പ് സോപ്പ് ബേസിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് 1/4 കപ്പ് നമ്മളുടെ അലോവേരയും നമ്മളുടെ തുളസിയിലയും കൂടെ ചേർന്ന ഒരു നീരാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓയിലാണ്. നിങ്ങളുടെ അടുത്ത് ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ആൽമണ്ട് ഓയിലിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സ്മെല്ലും കൂടെ കിട്ടും. ബജാജ് എന്നുള്ളൊരു കമ്പനി ഉണ്ടല്ലോ, അതിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു മണവും കൂടെ കിട്ടും. അപ്പോൾ ആൽമണ്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സോപ്പിൻ്റെ ആ ഒരു ഇതിലേക്ക് നമുക്ക് ഈ ഒരു എണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡായിട്ടുള്ള സോപ്പിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോപ്പിൻ്റെ ആ ഒരു ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിത് ഏതാണോ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സൈസ് അതിന് പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ കുപ്പികളുടെ അടപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഗുളികയൊക്കെ വാങ്ങിക്കുന്ന കവറുണ്ടല്ലോ, അതിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു കുഞ്ഞ് സോപ്പിൻ്റെ കഷ്ണമായിരിക്കും. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനും എളുപ്പമുണ്ട്, യൂസ് ചെയ്യാനും എളുപ്പമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. വേഗം തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് സെറ്റായി വരും. അപ്പോൾ തണുത്ത് പോകാതെ വേഗം തന്നെ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് നമ്മളുടെ കുഞ്ഞു അടപ്പുകളിൽ ഒഴിച്ചു കൊടുക്കാം. അടപ്പുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് വേഗത്തിന് ഇളക്കിയെടുക്കാനായിട്ട് സഹായകമാകും.
വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഈസിയാണ്. നമ്മളുടെ കൈകൾക്കൊക്കെ വളരെയധികം നല്ലതാണ് ഇത് ഉപയോഗിക്കുവാണെങ്കിൽ. അപ്പം കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗുളികയുടെ സ്ട്രിപ്പ് ഗുളിക പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കൊണ്ടു നടക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ്. എവിടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം, യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് പതിയുമോ നോക്കാം. കണ്ടോ, നല്ല രീതിയിൽ നമ്മളുടെ ഹാൻഡൊക്കെ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റുള്ളവരിലേക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.